ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഞാൻ ഇന്നൊരു ഹെയർ മേക്ക് ഓവറിന് വേണ്ടി പോവാണ് കേട്ടോ. 2024 ഒരു ഹെയർ മേക്ക് ഓവറായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൊളാബ് സിഗ്നേച്ചർ, അവർ കാലിക്കറ്റിലുണ്ട്, കൊച്ചിയിലുണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കാണ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരിക്കുന്നത്. ഹെയർ ബോട്ടോക്സിനാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് ബോട്ടോക്സ് ആണോ ഇനി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണോ എന്നുള്ളത് തീരുമാനിക്കും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പം ഞാൻ ദേ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് സ്പാ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും കൂടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അവൾ ഡയറക്റ്റായിട്ട് അങ്ങ് വന്നോളും. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്, കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഞങ്ങളിതേ സലൂണിലെത്തി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പറയുമായിരുന്നു കേട്ടോ, ഇപ്പം കാണാൻ പോകുന്ന ഞങ്ങളല്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഡയലോഗാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, കേൾസ് വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് ബോട്ടോക്സിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും കേൾസ് കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത് എൻ്റെ സ്റ്റൈലിസ്റ്റുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോട്ടോക്സ് ചെയ്യണോ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു ബോട്ടോക്സ് തന്നെ ചെയ്യാമെന്ന്. കാരണം എൻ്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ബോട്ടോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ ഹെയർ വാഷ് ചെയ്യുവാണ് കേട്ടോ ഇപ്പോൾ. എന്നിട്ട് നന്നായിട്ട് കോംബ് ചെയ്തു. നെക്സ്റ്റ് ഹെയർ കട്ടിങ് ആണ്. മോളും അവിടെ ഇരുന്ന് വീഡിയോയിലൊരു ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ മാറ്റാം എന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൊബൈലിൽ നിന്ന് ഞാനത് ഒരു സെറ്റിങ്സ് മാറ്റിയപ്പോഴേക്കും ഓക്കെ ആയിട്ടോ. പക്ഷെ മോളുൻ്റെ ഇതിൽ മാറുന്നില്ല. മോളിന് ഹെയർ സ്പാ ചെയ്യണമായിരുന്നു. അപ്പോൾ മോളിൻ്റെ മുടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോർമൽ സ്പാ തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇതേ ഇപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ വെർജിൻ ഹെയറിൽ, നാച്ചുറൽ ഹെയറിലാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ. എന്നാലേ ഞാൻ ഉദ്ദേശിച്ച പോലെ താഴെ ഇങ്ങനെ കേൾസ് കിടക്കുള്ളൂ. കേൾസ് ഇങ്ങനെ അവർ കൊടുക്കുന്നതല്ല, എൻ്റെ നാച്ചുറൽ ഹെയർ വെച്ചിട്ട് തന്നെ ചെയ്യണതാണ്. ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ ഈ ഒരു ലുക്കാണ് കേട്ടോ വന്നത്. എനിക്ക് ഈ ഒരു ലുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് അവർ ബ്ലോ ഡ്രൈ ചെയ്ത് ഹെയർ നന്നായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ കളർ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കളർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കളർ ചെയ്യണേ, ഇതുവരെ കളർ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇരിക്കും, എന്ത് കളർ കൊടുക്കണം, ഏത് കളർ കൊടുത്താൽ ഭയങ്കര ഇങ്ങനെ എറിച്ച് നിൽക്കാണ്ടിരിക്കും എന്നൊക്കെ ആകെപ്പാടെ കൺഫ്യൂഷനായി. അപ്പം കുറേ പിക്ചേഴ്സ് നോക്കി, പിന്നെ അവിടെ തന്നെ കളർ ചെയ്തവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് കൊള്ളാം തോന്നി എനിക്ക്. ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഇങ്ങനെ നാച്ചുറൽ ഹെയറുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡായിട്ട് പോകും. എന്നാൽ അവിടെ ഇവിടെയായിട്ട് നന്നായിട്ട് കളറിങ്ങനെ കാണുകയും ചെയ്യാം, എന്നാൽ ഭയങ്കരമായിട്ട് എടുത്തറിയുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അവർ കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ദേ അപ്പോൾ കളർ ചെയ്തു. ഇനി 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യുള്ളൂ. 20 മിനിറ്റ്സ് കഴിഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അവർ ഇനി ചെയ്യുന്നത് ബ്ലോ ഡ്രൈ ആണ് കേട്ടോ. നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് കളർ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല വിസിബിളായിരുന്നു കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റുമോ, ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമോ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് ആ ഒരു കളർ നല്ല ബ്ലെൻഡായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിളല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനി അവർ ചെയ്യുന്നത് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയാണ് അവർ ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1 അവറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം.
ആക്ച്വലി ഈ ഒരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഹെയറിനെ ഒന്ന് ഫ്രീ ആക്കാൻ, ഒരു ഷൈൻ കിട്ടാൻ, ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ആക്ച്വലി ഇതിൽ ഒരു പ്രോട്ടീൻ കോട്ട് നമ്മുടെ ഹെയറിൽ കൊടുക്കും. ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം ഫ്ലാറ്റ് അയൺ യൂസ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെയർ ക്യൂട്ടിക്കിൾസിലേക്ക് സീൽ ചെയ്യും. നമ്മുടെ ഹെയറിലേക്ക് ആ ഒരു അയൺ യൂസ് ചെയ്തിട്ട് സീൽ ചെയ്യും. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അതായത് സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ പോലെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഇത്. പക്ഷേ നമ്മുടെ ഹെയറിനെ ഒന്ന് സ്മൂത്തൻ ഔട്ട് ചെയ്യാനും ഒരു ഷൈൻ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇറ്റ് ഡസൻറ്റ് ഗിവ് യു ദാറ്റ് സ്ട്രെയിറ്റ് ഹെയർ ലുക്ക്. അപ്പോൾ അവർ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ റാപ്പ് ചെയ്യുകയാണ്. റാപ്പ് ചെയ്ത് 1 hour വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇനി 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കരുതി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ അൽത്താസിൽ നിന്ന് 2 ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ 1 hour ആയിട്ടുണ്ട്. അവരെനിക്കൊരു മാസ്ക് ഒക്കെ തന്നു കേട്ടോ. കാരണം ഇനി ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അയൺ ചെയ്യാൻ പോവാണ്. ക്രീം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ക്രീം വെച്ചിട്ട് തന്നെ അയൺ ചെയ്യുമ്പോൾ ഫ്യൂംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫ്യൂംസ് ശ്വസിച്ചിട്ട് ഇറിറ്റേഷനൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാസ്ക് തന്നത്. ഓൾമോസ്റ്റ് അയൺ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കേട്ടോ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്ക്. അയൺ ചെയ്തതിന് ശേഷം ഒരു 2-3 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. ഇനി അവർ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നുള്ളത് ഉടനെ കാണാം കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും കേൾസ് അവർ സെറ്റ് ചെയ്തുകൊണ്ടാണ്, ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കേൾസ് കിടക്കുന്നത്. നോർമലി ഇങ്ങനെ ഇത്രയും കേൾസ് കിട്ടാറില്ല. അപ്പോൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. താഴെ ഇത്ര കേൾസ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ജോജിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി, പക്ഷെ സാരമില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.